എത്രയും പ്രിയപ്പെട്ട കുട്ടി, ധ്യാനം എന്ന് പറയുന്നത് നീയും പരമോന്നത ശക്തിയും ആയിട്ടുള്ള ഒരു സംഭാഷണമാണ്. അത് നിൻ്റെ വൈകാരികമായും നിൻ്റെ ദേഹത്തെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിൻ്റെ പ്രതിഫലനമായി നിൻ്റെ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ മെച്ചപ്പെടാൻ കാണും. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയം നീ നിൻ്റെ ബാക്കിയുള്ള പ്രവർത്തികൾ കുറച്ചു നേരത്തേക്ക് നിർത്തിവെച്ച് നിശബ്ദനായി കുറച്ചു നേരം ഇരിക്കുക. സരളമായി നീ നിൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ നിശ്വാസത്തെ എല്ലാം സുഖപ്പെടുത്തുന്ന പ്രാണിക് ഊർജമായി നീ മാറുക. നിന്നിൽ അന്തർലീനമായിരിക്കുന്ന ശക്തി കൊണ്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ വിഷമതകളെയും നിനക്ക് മാറ്റാൻ കഴിയും. നീ ഈ സത്യത്തിൽ വിശ്വസിച്ച് ശരീരമാകുന്ന ക്ഷേത്രത്തെ പരിപാലിക്കുക. അതിലെ പ്രതിഷ്ഠ സർവശക്തനാണ്. നീ റോഡരികിലെ പച്ചക്കറിക്കാരനോടോ മറ്റു വഴിയോര കച്ചവടക്കാരോടോ വില പേശരുത്. നീ എന്നും ദീപം തെളിയിച്ചാൽ നീ ഏകനാണ് എന്ന വിചാരം നിനക്കുണ്ടാകില്ല. എൻ്റെ കണ്ണുകൾ എപ്പോഴും നിൻ്റെ മേലെയുണ്ട്. അതുകൊണ്ട് നീ ഉത്കണ്ഠപ്പെടരുത്. സ്നേഹത്തോടും ആശീർവാദത്തോടും നിൻ്റെ ബാബ.